സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ സയൻസും കണക്കും പഠിപ്പിച്ച ടീച്ചർമാർ ഇപ്പോഴും ക്രിമിനൽ കേസിൽ പെട്ട് ജയിലിൽ കിടന്നതിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. 7ാം ക്ലാസ്സിൽ സയൻസ് പഠിപ്പിച്ചൊരു പാത്തുമ്മ ടീച്ചറുണ്ട്. ടീച്ചർ ഇങ്ങനെ ഹോംവർക്ക് തന്ന് വിടും പിറ്റേ ദിവസം ചെയ്തുകൊണ്ടുവരാനായിട്ട്. ഞാൻ ഈ ബുക്ക് അതുപോലെ കൊണ്ടുപോകും, അതുപോലെ തിരിച്ചു കൊണ്ടുവരും. ഒരു മാങ്ങാത്തൂരിയും രാവിലെ അത് കാണത്തില്ല. ടീച്ചർ അങ്ങോട്ട് പൊക്കി നിർത്തിയിട്ട് സത്യം നമ്മളിങ്ങനെ പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷത്തിനിടയിൽ പിച്ചിട്ട് നമ്മളിങ്ങനെ മേലോട്ട് പൊങ്ങി ഒരു കാലിലൊക്കെ നമ്മൾ നിൽക്കും. ടീച്ചർ എന്നിട്ട് ഈ നഖത്തിനിടയിൽ സ്കിന്നിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മാതിരി നീറ്റായിരിക്കും. സ്കൂൾ വീട്ടിൽ ചെന്ന് കുളിക്കുമ്പോഴത്തേനും നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കൈ പൊക്കിയിട്ടൊക്കെ വെള്ളം ഒഴിക്കും. ആ രീതി പിച്ചെടുക്കും. ഇപ്പോഴേക്കും ആ പാഠം അവിടെ ഉണ്ടെന്നായിരിക്കും തോന്നുന്നു. അതുപോലെ 10ാം ക്ലാസ്സിൽ സുരേന്ദ്രൻ സാറുണ്ട്. സാറാണെങ്കിൽ ഈ നടന്നു വരുന്നതിന് വലിയ ചോക്കുമായിട്ടാണ്. സാർ ഇങ്ങോട്ട് വരും, ചോക്ക് ഇങ്ങനെ ടിക്ക് മുറിക്കും, എന്നിട്ട് ഇങ്ങനെ ബാക്കി പകുതി ചെയ്യാനായിട്ട് സാർ എന്ത് ചെയ്യും, ചോക്ക് എടുത്ത് എന്റെ തലയ്ക്ക് ഒറ്റയാണ്. ഞാൻ 3ാം ബെഞ്ചിലായിരിക്കും. അപ്പൊ അത് ചെയ്യാൻ പറയും. ഞാൻ അവിടെ ചെന്ന് തന്നെന്നാ പുന്നനാന്നൊക്കെ വരച്ചോണ്ടിരിക്കും, അറിയത്തില്ല. സാർ എന്ത് ചെയ്യും, നമ്മുടെ ഈ പാൻറിൽ അന്ന് നിക്കറായിരുന്നു, നിക്കറും കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അടിയും. ചന്തിയിൽ ആ പാടി ഇങ്ങനെ കിടക്കും. വീട്ടിൽ ചെന്നുമ്പോൾ കുളിക്കുമ്പോൾ